പകലുകളുടെ വ്യതിയാനങ്ങളിലും സൂര്യചന്ദ്രന്മാരുടെ സിട്ടിപ്പിലും എല്ലാത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിന്നും ഇരുന്നും കിടന്നും ചിന്തിക്കാനും ഓർക്കാനും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില എന്ന് പറയാനും നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർത്ത് കരയുകയാണ്. ഇങ്ങനെ ഇതാണ് മതവിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ നോക്ക്, ഇന്റർനെറ്റ് വഴി തോന്നിയാസം ആസ്വദിക്കുന്ന നമ്മുടെ പുതിയ തലമുറ. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് എറണാകുളം വൈറ്റിലയിൽ നിച്ച് ട്രൂത്തിന്റെ ഓഫീസിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അവന്റെ കുടുംബക്കാർ മദ്യത്തിനടിമപ്പെട്ട് മയക്കുമരുന്നിനടിമപ്പെട്ട് ഇന്റർനെറ്റിലെ സെക്സ് ആസ്വദിച്ച് സ്വന്തം ഇളയമയുടെ നേരെ പോലും കാമക്കണ്ണുമായി കടന്നു ചെന്ന ഒരു ചെറുപ്പക്കാരൻ. സ്വന്തം ഇളയമയുടെ ഉമ്മ ഗൾഫിലാണ്, ഇളയമന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇളയമയുടെ നേരെ വരെ അവൻ കാമാസക്തിയോടുകൂടി ചെന്നിരിക്കുന്നു. നോക്കൂ, മകന്റെ സ്ഥാനമുള്ള ഉമ്മയുടെ സ്ഥാനമുള്ള ഇളയമയുടെ നേരെ വരെ അവൻ ചെന്നിരിക്കുന്നു ഇന്റർനെറ്റിലൂടെ തോന്നിയാസം ആസ്വദിച്ചിട്ട്. ആലോചിക്കണം, ഇന്റർനെറ്റും മൊബൈലും എല്ലാ തോന്നിയാസവും മക്കൾക്ക് കയ്യിൽ കൊടുക്കുമ്പോൾ ഓർക്കണം, എല്ലാ രക്ഷിതാക്കളും ഓർക്കണം എവിടേക്കാണ് നമ്മൾ പോകുന്നത്. ആ കുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ അവനെ ഉപദേശിച്ചു. അവൻ്റെ മനസ്സാകെ ഇരുണ്ടിരിക്കുന്നു, അവൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? സ്വന്തം മക്കൾ എവിടെയാ പഠിക്കുന്നത്? നല്ല രക്ഷിതാക്കളാകാൻ പലപ്പോഴും നമുക്ക് സാധിച്ചില്ല. ആ വിഷയം ഇവിടെ അവതരിപ്പിക്കാനുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം ഒരു മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്ന രംഗം ഖുർആനിൽ നമുക്ക് കാണാം. മാതാപിതാക്കൾ മാതൃകയാകാത്തൊരു കാലഘട്ടം അല്ലേ? ഒരു മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മ നിസ്കരിക്കുന്നതാ കാണുന്നതെങ്കിൽ ആ ഉമ്മാനോടൊരു മതിപ്പുണ്ടാവും മകന്. മകൻ കയറി വരുന്ന സമയത്ത് ഉമ്മ ഖുർആൻ ഓതുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മാനോടൊരു മതിപ്പുണ്ടാവും മകനെ. ആ ഉമ്മ വിളിക്കുക, മോനെ ഒന്ന് ഖുർആൻ ഓതടാ. ഖുർആൻ ജീവിതത്തിൽ ഓതാത്ത ഉമ്മ മകനോട് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് കാര്യമില്ല. 5 നേരം കൃത്യമായി നിസ്കരിക്കാത്ത ഉമ്മ ചാനലിന്റെ മുമ്പിലിരുന്ന് സിനിമ കാണുന്ന ഉമ്മയെ കണ്ടുകൊണ്ട് ഒരു മകൻ നന്നാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയരുത്. നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കളോട് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശക്തി അല്ലാഹ് വിചാരണ ചെയ്യും. എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്തറിഞ്ഞു, എന്ത് ചിന്തിച്ചു, ഇതിനെക്കുറിച്ചൊക്കെ പടച്ചവന്റെ അടുത്ത് ചോദ്യമുണ്ട്. അതുകൊണ്ട് മതവിദ്യാഭ്യാസം നേടുമ്പോഴാണ് കണ്ണ് നല്ലത് കാണും, കാത് നല്ലത് കേൾക്കൂ, എല്ലാ തോന്നിയാസത്തിൽ നിന്നും വിട്ടു നിൽക്കൂ. അവന്റെ ജീവിതം ഏറ്റവും വിലപ്പെട്ട മനുഷ്യന്റെ സമയം നിഅമത്താനി മഅബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹതു വൽ ഫറാഉ. 2 അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയം, മറ്റൊന്ന് ആരോഗ്യം. ഇതിനെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു പറഞ്ഞത്. ഖുർആനിലെ 39-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ തന്നെ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ആയത്തിന്റെ തൊട്ട് മേധ പരിശോധിച്ചാൽ കാണാം, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അവിടെ സംസാരിക്കുന്നത്. രാത്രി ഉറക്കൊഴിഞ്ഞ് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയില്ല. അതുകൊണ്ട് മതവിദ്യാഭ്യാസം അഫ്ദലുമ പാസ്സാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇൽമുള്ള എന്ന് പറഞ്ഞാൽ അഫ്ദലുമ പാസ്സാകുക എന്നല്ല, മറിച്ച് അള്ളാനെ ഭയപ്പെടുന്ന നോളജ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അറബി കോളേജ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാനെ ശരിക്കും ഏത് അറബി കോളേജിലായിരുന്നു സഹാബികൾ പഠിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാതിഹി, ആയത്ത് ഓതി കൊടുക്കും, വയുസക്കീഹിം, എന്നിട്ട് അവരെ ശുദ്ധീകരിക്കും, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും തന്നെ ഓതി കൊടുക്കും. ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 34-ാമത്തെ വചനം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഖുർആനും സുന്നത്തും അല്ലള്ളത്, ടിവിയും സീരിയലും സിനിമയും എല്ലാമായി അരങ്ങ് തകർക്കുകയാണ് നമ്മുടെ. ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാനിപ്പോൾ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക, എത്ര ആളുകളുടെ വീട്ടിൽ ചാനലുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 90% ആളും പറയും ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവും? പിന്നെ എങ്ങനെ മതവിദ്യാഭ്യാസം ഉണ്ടാവും? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പാഠത്തിൽ, മക്കയിലും മദീനയിലും നബിയുടെ പാഠം നബി പഠിപ്പിച്ചിരുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, അവർ നബിയിൽ നിന്ന് സംസ്കാരം പഠിച്ചു, അവർ നബിയിൽ നിന്ന് സുന്നത്ത് പഠിച്ചു, അവർ നബിയിൽ നിന്ന് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അവരുടെ നേതാവ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർ മര്യാദ പഠിച്ചു, കുട്ടികളെ സ്നേഹിച്ചു. നോക്ക്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പ്രവാചകൻ പഠിപ്പിച്ചു. ഇബ്രാഹീമിനെ താങ്ങിയെടുത്ത്, മോനെ ഇബ്രാഹിം, നിന്നോടുള്ള
നിന്റെ മരണം എന്നിൽ അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട് മോനെ. ആ മകൻ ഇബ്രാഹിം ഒരു കൊല്ലന്റെ വീട്ടിൽ ആണ് നബി അവനെ വളർത്തിയിരുന്നത്. അസർസ്കാരം കഴിഞ്ഞ് ആ കുന്നിൻ ചെരുവിലൂടെ റസൂലുള്ള വേഗത്തിൽ കയറിപ്പോവുകയായിരുന്നു. മകനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് സ്നേഹിച്ച് തിരിച്ചു പോരുന്ന പ്രവാചകൻ നല്ല സ്നേഹം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഭാര്യമാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്നു. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്നു. ദീനീ ബോധമുള്ള കുടുംബത്തിലാണ് കുറച്ചെങ്കിലും മറ്റുള്ളവരെക്കാൾ സ്വസ്ഥതയുള്ളത് എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. കുടുംബരംഗത്ത് പോലും അല്പമൊക്കെ ദീനുള്ള വീടുകളിലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സമാധാനമുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കുട്ടികൾ മതബോധമുള്ളവരായാൽ, നമ്മുടെ മക്കൾ പഠിച്ചാൽ നമുക്ക് സ്വസ്ഥത കിട്ടും. ഇന്ന് മിക്ക മാതാപിതാക്കൾക്കും മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖമാണ്, കരച്ചിലാണ്, ആവലാദികളാണ്, വേവലാദികളാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? മക്കൾക്ക് ശരിക്കുള്ള സ്നേഹം നമ്മളിൽ നിന്ന് കിട്ടിയില്ല. മക്കളെ ശരിക്കും നമ്മൾ റൂട്ട് പഠിപ്പിച്ചില്ല. മക്കൾ ജനിച്ചു വീണ അന്ന് മുതൽ നമ്മൾ നമസ്കരിക്കുന്നവരായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ടിലാട്ടി ഉമ്മ ഉറക്കി ആ തൊട്ടിലിൻ്റെ സമീപത്ത് തന്നെ നിന്ന് നിസ്കരിക്കുന്ന ഒരു ഉമ്മാനെയാണ് മകളും മകനും കാണുന്നതെങ്കിൽ അവൻ കേടുവരാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് ദീന് നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയും ഞങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരണം. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മൾ പൂർണ്ണമായി വരികയും സത്യദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഭൗതിക വിദ്യാഭ്യാസത്തെക്കാളുപരി മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ആ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിക്കുകയും നല്ല മക്കളും നല്ല രക്ഷിതാക്കളുമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല മകനായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല വല്യാപ്പയായി, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഒരു നല്ല മകളായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മായിയായി, ഒരു നല്ല അനുജത്തിയായി, ഒരു നല്ല മരുമകളായി, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാതൃക കാണിക്കുന്നവർ നമ്മളാകണം. ഇതോട് ചേർത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, മരിച്ചു പോവും. എല്ലാവർക്കും മരിക്കാനുള്ളതാണ്. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നായികയും അള്ളാഹു പിന്തിച്ചിടുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മരണത്തെ ഓർത്തുകൊണ്ട് ഓരോ മിനിറ്റിലും സ്വഭാവത്തെയും സംസ്കാരത്തെയും ചിന്തയെയും എല്ലാറ്റിനെയും പരിശുദ്ധപ്പെടുത്തി ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ ദിവസവും പ്രഭാഷണവും യാത്രയുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൻ്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും മേന്മയേറിയ ജീവിതം നയിച്ച് ഖുർആനും സുന്നത്തും ശരിക്കും ഉൾക്കൊണ്ട് ആ വിഷയത്തിൽ ഏറ്റവും സമുന്നതമായ ഒരു രീതി കൈക്കൊണ്ട് അതിലെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം കൂടെ പറയാം. നമ്മുടെ നമ്മുടെ വീടുകളിൽ നിങ്ങൾ നോക്ക്, ഖുർആൻ പടിയിറങ്ങി, വിശുദ്ധ ഖുർആൻ പടിയിറങ്ങി, സുന്നത്ത് പടിയിറങ്ങി. അങ്ങനെ പടിയിറങ്ങിയപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ചാനലുകൾ കടന്നു വന്നു. എല്ലാ നിമിഷവും നമ്മുടെ വീടുകളിൽ ചാനലുകൾ അധികരിച്ച ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഖുർആനും സുന്നത്ത്, ഇപ്പം നിങ്ങൾക്കറിയാം മദീന തായ്വരയെക്കുറിച്ച് പറയുന്നിടത്ത്, മദീനയുടെ തായ്വരയെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കാര്യം ഹദീസിൽ കാണാം. മദീന തായ്വരയിൽ അധിക സമയം ഒരു മൂളക്കം ഇങ്ങനെ കേൾക്കാമായിരുന്നു എന്നാ. എല്ലാ വീടുകളിൽ നിന്നും ഖുർആൻ പാരായണം ചെയ്യുന്നൊരവസ്ഥ. പല വീടുകളിൽ നിങ്ങൾ രോഗികളായി കിടക്കുന്നൊക്കെ വീടുകളിൽ നമ്മൾ രോഗിയെ കാണാൻ ചെല്ലുമ്പോഴും അവിടെ മക്കൾ ഇരുന്നിട്ട് ക്രിക്കറ്റ് കാണുന്നുണ്ടാവും, സിനിമ കാണുന്നുണ്ടാവും, ഒരു ബർക്കത്തും ഇല്ലാത്തൊരവസ്ഥയിൽ. നേരെ മറിച്ച് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഖുർആനായത്തുകളും ഹദീസുകളും കേൾക്കുകയാണെങ്കിൽ ആ വീടിനെ കുറിച്ച് തന്നെ നമുക്കൊരു ബഹുമാനമുണ്ട്, ആ വീട്ടുകാരെ കുറിച്ച് തന്നെ നമുക്കൊരു നല്ല താല്പര്യം ഉണ്ടാവും. നമ്മുടെ വീടുകളിൽ നിന്ന് ഇസ്ലാം പടിയിറങ്ങി സലാം പറഞ്ഞു പോയി. നമ്മുടെ വീടുകളിൽ പിശാച് കയറി വന്നു. പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചുനാളിലെ ഇപ്പം നിങ്ങൾക്കറിയോ ഏറ്റവും ലേറ്റസ്റ്റ് പഠനം, ഒരു സ്ത്രീ ഗർഭം ധരിച്ചിട്ട് 27 ദിവസം കഴിഞ്ഞ് ഏതാനും എണ്ണപ്പെട്ട ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ കുട്ടി രൂപപ്പെട്ടു വരുന്ന കാലം മുതൽ തുടക്കത്തിൽ തന്നെ ആദ്യത്തിൽ തന്നെ അവന് കേൾവി നൽകപ്പെടും. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ കേൾവി നൽകപ്പെടും. അപ്പോൾ അവൻ്റെ ഉമ്മയും അവൻ്റെ ബാപ്പയും തമ്മിൽ തെറ്റി സംസാരിക്കുന്നത് വരെ ഗർഭപാത്രത്തിൽ അവൻ കേൾക്കുമെന്നാണ്. ടി വിയുടെ മുമ്പിലിരുന്നാണ് ഉമ്മ, ഗർഭിണിയായ ഉമ്മ, പ്രസവിക്കാത്ത ഉമ്മ ടി വിയുടെ മുമ്പിലിരുന്ന് തോന്നിയാസം കാണുന്നതാണെങ്കിൽ ആ ശബ്ദവും ഡയലോഗും ഒക്കെ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് കേൾക്കുന്നു എന്നാണ്. അങ്ങനെ പ്രസവിച്ച് 3 വയസ്സ് വരെയാണ് കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത്. ആ വികാസമുള്ള കാലഘട്ടത്തിലാണ് കുട്ടിയെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചെറിയ കുട്ടികൾ, നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളുള്ളപ്പോഴാണ് എല്ലാ തിന്മയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് നന്മ നൽകി അവർ വളർന്ന് ഒരു സമുന്നതമായ സ്ഥാനത്ത് അവർ എത്തിക്കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് ആ കാര്യത്തിൽ യാതൊരു ഫീലിംഗും ആവശ്യമില്ല, യാതൊരു പ്രയാസവും ആവശ്യമില്ല. ആയതുകൊണ്ട് ശരിക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്കുക, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഓർക്കുക. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആ ജീവിതത്തിന് വേണ്ടി മക്കളെ സജ്ജരാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.